കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള നമ്മുടെ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിനെ കുറിച്ചാണ്. അപ്പം ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ലൈറ്റ് റിയാക്ഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പം ലൈറ്റ് റിയാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, 2-3 വീഡിയോസ് ഉണ്ട്. അപ്പം ആ വീഡിയോസ് ആദ്യം കണ്ടു വന്നതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ലൈറ്റ് റിയാക്ഷൻ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. അപ്പം എന്താണ് ഈ ഒരു ഹൈപ്പോത്തസിസിൽ പറയുന്നത്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ. അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ATP ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ആണെങ്കിൽ ശരി, നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ആണെങ്കിൽ ശരി, 2 സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ATP ഫോമേഷൻ. ATP എവിടെ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ നമ്മുടെ ഇലക്ട്രോൺസ് പോവാൻ നേരത്താണ് അവിടെ ATP ഫോം ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫോമേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ ATP ജനറേറ്റഡ് ആവുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിൽ പഠിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്, അതായത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രോസസ്സ്, നമ്മുടെ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് അല്ലെ, കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം വെച്ചിട്ടാണ് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ATP ഫോമേഷൻ. നമ്മുടെ ഈ ഒരു സൈക്ലിക് ആസ് വെൽ ആസ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ നടക്കാൻ നേരത്ത് അവിടെ ഉണ്ടാവുന്ന ATP എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പോത്തസിസിൻ്റെ ബേസിസിലാണ്. അപ്പം അതിനു വേണ്ടി നമ്മളിവിടെ വരച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉൾവശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂമൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള സ്ഥലത്തിന്, അതിൻ്റെ വെളിയിലുള്ള സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രോമ അല്ലെ? സ്ട്രോമ എന്നാണ് നമ്മൾ അതിൻ്റെ പുറത്തുള്ള ആ ഒരു റീജിയനെ വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതാണ് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ലൂമൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള റീജിയനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൂമൻ്റെ അകത്ത് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ട്രോമയിനേക്കാളും കൂടുതൽ H+ അയോൺ ലൂമൻ്റെ ഉള്ളിൽ വരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ATP സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ATP സിന്തസിസ് ചെയ്യണമെങ്കിൽ, ATP ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമാണ്? H+ അയോൺ ഗ്രേഡിയൻറ്റ്. അതായത് നമ്മുടെ ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉൾവശത്തും പുറത്തും ഉള്ള ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം. എവിടെയായിരിക്കണം ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരേണ്ടത്? ഉൾവശത്ത്. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയാതെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. ലാസ്റ്റ് വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഇടയിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ലാസ്റ്റ് വരെ കണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് അല്ലെ, ഈ ഒരു ലൂമൻ എന്ന് പറയുന്ന പാർട്ടിൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കണം. എവിടത്തേക്കാളും? നമ്മുടെ സ്ട്രോമയിലേക്കാളും. അതിന് വേണ്ടിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്? നമുക്കറിയാം, വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ അല്ലെ, ലൈറ്റ് റിയാക്ഷൻ നടക്കാൻ നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് വെള്ളത്തിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം, നമ്മുടെ LHC ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? നമുക്കറിയാം, ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ്. ആ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് എവിടെയാണ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ മുകളിലാണല്ലോ. ആ ഒരു മെംബ്രെയിൻ്റെ ഉൾവശത്ത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഇന്നർ സൈഡ് അല്ലെ, ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിച്ചത്?
വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ H2O സ്പ്ലിറ്റ് ചെയ്തിട്ട് H++ ഇലക്ട്രോൺ പ്ലസ് നമ്മുടെ ഓക്സിജൻ അല്ലെ, ഈ 3 കാര്യങ്ങളും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ. വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അത് നടക്കുന്നത് എവിടെയാണ്? ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ, അതായത് ലൂമൻ്റെ പാർട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? നമുക്കറിയാം, അത് നമ്മുടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്, നമ്മുടെ ഫോട്ടോ സിസ്റ്റം 2ൻ്റെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലോട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇവിടെ നിന്ന് എക്സൈറ്റ് ആയിട്ട് ഇലക്ട്രോൺ പോകാൻ നേരത്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോൺ ആക്ച്വലി ഈ വെള്ളത്തിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന ഈ H+ എങ്ങോട്ടേക്കാണ് പോവുക? H+ വന്നിട്ട് നമ്മുടെ ലൂമനിൽ അക്യുമുലേറ്റഡ് ആവും അല്ലെ, ഓരോ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്തും അല്ലെ, ഓരോ 2 വാട്ടർ മോളിക്യൂളും സ്പ്ലിറ്റ് ആവാൻ നേരത്ത് അവിടെ 4 H+ അയോൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, 4 ഇലക്ട്രോണും 4 H+ അയോണും ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 4 H+ അയോൺ നമ്മുടെ ലൂമനിൽ ഡെപ്പോസിറ്റഡ് ആവും. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഹൈഡ്രജൻ അയോണിനെ പ്രോട്ടോൺ എന്ന് വിളിക്കാൻ കാരണം? നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം 3 ഐസോട്ടോപ്പിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതിൽ പ്രോട്ടിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ന്യൂട്രോൺസ് ഒന്നുമില്ല, പ്രോട്ടോൺ മാത്രമേ അതിൻ്റെ ന്യൂക്ലിയസിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോട്ടിയം അല്ലെ, പ്രോട്ടിയത്തിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അവസ്ഥയാണല്ലോ H+ അയോൺ, ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഹൈഡ്രജൻ അയോണിനെ നമുക്ക് പ്രോട്ടോൺ എന്ന് വിളിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ന്യൂക്ലിയസിൽ ഇപ്പം പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, എന്തില്ല, നമ്മുടെ ന്യൂട്രോൺ ഒന്നുമില്ല. ന്യൂട്രോൺ 0 ആണ്, പ്രോട്ടിയത്തിൻ്റെ കേസിൽ ന്യൂട്രോൺ വന്നിട്ട് 0 ആണ്. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? പ്രോട്ടോൺ എന്ന് വിളിക്കാം. അപ്പം നമ്മളിനി H+ അയോൺ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയുക? പ്രോട്ടോൺ എന്നാണ് പറയുക, നമ്മുടെ പ്രോട്ടോൺ. അപ്പം പ്രോട്ടോൺ കൂടുതലായിട്ടും നമ്മുടെ ലൂമനിൽ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ലൂമൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അതുമാത്രമല്ല, അവിടെ ഉണ്ടാവുന്ന H+ അയോൺ ലൂമനാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവാം. അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവും. എങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്നത്? നമുക്കറിയാം, ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ടായിരുന്നു. ആരാണത്? ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇരിക്കുന്നത് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ വെളിയിലാണ് അല്ലെ, അതിൻ്റെ പുറത്തായിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അപ്പം ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ നിന്നും തെറിച്ച് പോകുന്ന, എക്സൈറ്റ് ആയിട്ട് പുറത്തോട്ട് പോകുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ നമ്മുടെ മെംബ്രെയിൻ്റെ പുറത്ത് ആരിരിപ്പുണ്ട്? ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇരിപ്പുണ്ട്. ഇനി ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ മറ്റൊരാൾക്ക് കൊടുക്കും അല്ലെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ടാണ് കൊടുക്കുന്നത്. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോൺ റിസീവർ വന്നിട്ട് ഈ മെംബ്രെയിൻ്റെ ഇൻസൈഡ് ആയിട്ടാണുള്ളത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഞാൻ എന്താണ് പറഞ്ഞത്? ഇലക്ട്രോൺ ആക്സെപ്റ്റർ നമ്മുടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇരിക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ വെളിയിലാണെങ്കിൽ, ഇവൻ്റെ കയ്യിൽ നിന്നും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന അടുത്ത ആൾ വന്നിട്ട് ഉള്ളത് മെംബ്രെയിൻ്റെ ഉൾവശത്തായിട്ടാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇലക്ട്രോണിനെ കൊടുക്കണം. ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ പുറത്തിരിക്കുന്ന ഈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അവൻ്റെ കയ്യിൽ കിട്ടിയ ഇലക്ട്രോൺ ഇനി ആർക്കാണ് കൊടുക്കുന്നത്? ഒരു ഹൈഡ്രജൻ കാരിയർക്കാണ് കൊടുക്കുന്നത്. ഹൈഡ്രജൻ കാരിയർ എന്ന് പറയുമ്പം അവൻ ഹൈഡ്രജനെയാണ് കൊണ്ടുപോകുന്നത്, ഇലക്ട്രോണിനെ കൊണ്ടുപോകുന്ന ആളല്ല അവൻ ഹൈഡ്രജനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഹൈഡ്രജനെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ വേണ്ടേ? അങ്ങനെയുള്ള ഹൈഡ്രജനെ എവിടെ നിന്നാണ് ഇവിടെ കിട്ടുന്നത് എന്നറിയാവോ? ഈ സ്ട്രോമ അല്ലെ, സ്ട്രോമയാണ് പുറത്തിരിക്കുന്ന സ്ഥലം. ആ സ്ട്രോമയിൽ എന്തുണ്ട്? നമുക്ക് വേണ്ട ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ അയോൺ ആയിട്ടാണുള്ളത്, H+, പ്രോട്ടോൺ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോട്ടോണിനെ ഇവിടെ നൈസായിട്ട് നമ്മളത് പോക്കും അല്ലെ, നമ്മുടെ ഈ സ്ട്രോമയിലിരിക്കുന്ന ഹൈഡ്രജൻ അയോണിനെ ഇവിടെ നിന്ന് നമ്മൾ പോക്കിയിട്ട് ഇവിടെ നിന്ന് അല്ലെ, ഇവൻ്റെ കയ്യിൽ ഓൾറെഡി ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൻ്റെ കയ്യിൽ ഇപ്പം ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണും ഈ ഹൈഡ്രജനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവനെ ഹൈഡ്രജൻ കാരിയർക്ക് കൊടുക്കുന്നത്. അവൻ അതിനെ എവിടെ എത്തിക്കും? ഇൻസൈഡ് എത്തിക്കും അല്ലെ, ഉള്ളിലാണ് അടുത്ത ആളിരിക്കുന്നത്, അവന് കൊടുക്കും. അപ്പോൾ അവൻ എന്താ ചെയ്യുക? അവൻ അതിൽ നിന്ന് ഇലക്ട്രോണിനെ മാത്രം അടുത്ത ആൾക്ക് കൊടുക്കും. അതേസമയം ഹൈഡ്രജനെ അവൻ കൊടുക്കുന്നത് ആർക്കായിരിക്കും? നമ്മുടെ ലൂമനിലോട്ടായിരിക്കും. അങ്ങനെ ഇവിടെ നിന്നും നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാണ്? ഇവിടെ നിന്നും നമുക്ക് ഹൈഡ്രജൻ അയോൺ അല്ലെ, ഹൈഡ്രജൻ അയോണിനെ ഒബ്റ്റെയിൻ ചെയ്യാണ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ ഈ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണും സ്ട്രോമയിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന ഹൈഡ്രജൻ അയോണും കമ്പൈൻ ചെയ്തിട്ടാണ് അത് ആർക്ക് കൊടുക്കുന്നത്?
നമ്മുടെ ഇൻസൈഡ് അല്ലെ ഈ ഒരു തൈലക്കോയിഡ് മെമ്പറിൻ്റെ ഉൾവശത്തുള്ള അടുത്ത ഇലക്ട്രോൺ ആക്സെപ്റ്റർക്ക് കൊടുക്കുന്നത്. ആ ഹൈഡ്രജൻ കാരിയർ എന്ത് ചെയ്യും, ഇതിനെ ഉള്ളിലോട്ട് എത്തിക്കും. അതേസമയം ഉള്ളിലെത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൈഡ്രജൻ അയോണിനെ ലൂമന് കൊടുക്കും, ഇലക്ട്രോണിനെ ആണെങ്കിൽ അടുത്ത ആൾക്ക് പാസ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ഇവിടെ നടക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും നടന്ന കാര്യം എന്താണ്, നമ്മുടെ ലൂമനിൽ അല്ലെ ലൂമൻ സൈഡിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇത് കാരണം കൂടും അല്ലേ. അതേസമയം സ്ട്രോമൽ സൈഡിലാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ അയോൺ കുറയുന്നുണ്ട്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ സ്ട്രോമൽ സൈഡിൽ കുറഞ്ഞു വരികയാണ്. കാരണം അവിടുന്ന് ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഹൈഡ്രജൻ അയോണെ പിടിച്ചിട്ട് ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം, ഈ ഒരു പ്രോസസ്സിന് അതായത് ലൂമൻ്റെ അകത്ത് H+ അയോൺസ് കൂടുതൽ ആവാനുള്ള മൂന്നാമത്തെ റീസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് വന്നിട്ട് നമുക്കറിയാം, നമ്മുടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഓഫ് ഫോട്ടോ സിസ്റ്റം 1 അല്ലേ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ഫോട്ടോ സിസ്റ്റം 1 ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഇത് നമ്മുടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ഫോട്ടോ സിസ്റ്റം 1 ആണ്. അപ്പം ഇവിടെയും നമ്മുടെ ലൈറ്റ് വന്ന് വീഴാൻ നേരത്ത് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആയിട്ട് അത് ആർക്കാണ് പോകുന്നത്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഇലക്ട്രോൺ ആക്സെപ്റ്റർ അതിനെ സ്വീകരിക്കും. സ്വീകരിച്ചതിന് ശേഷം ആർക്കാണ് അതിനെ പാസ് ചെയ്യുന്നത്, NADPH ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ വെളിയിലായിട്ട് ആരിയിരിക്കുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന NADPH റിഡക്ടേസ് എൻസൈം. അപ്പം NADP അല്ലെ, NADPH റിഡക്ടേസ് എൻസൈമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് NADPH സിന്തസിസ്. NADPH റിഡക്ടേസ് എൻസൈം എങ്ങനെയാണ് NADPH ഉണ്ടാക്കുന്നത് എന്നറിയാവോ? ഇവിടെ ഓൾറെഡി എന്തുണ്ടാവും, NADP ഉണ്ടാവും. ഈ NADPനോടൊപ്പം H+ അയോണിനെ ചേർത്തിട്ടാണ് ഈ ആശാൻ എന്ത് ചെയ്യുന്നത്, NADPH ഫോം ചെയ്യുന്നത്. അപ്പം NADP അത് മാത്രം പോരാ, ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണും വേണം കേട്ടോ. ഈ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രോണും NADPയും പിന്നെ ഒരു H+നെയും കൂട്ടി ചേർത്തിട്ടാണ് ഇവിടെ NADPH ഫോം ചെയ്യിക്കുന്നത്. ആരാണ് ഫോം ചെയ്യിക്കുന്നത്, നമുക്കറിയാം NADPH റിഡക്ടേസ് എൻസൈം. അവനാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വേണ്ടി വരുന്ന H+ അയോൺ, ഇവിടെ എന്തെല്ലാം വേണം, 3 കാര്യങ്ങൾ വേണം. NADP വേണം, ഇലക്ട്രോൺ വേണം, പ്രോട്ടോൺ വേണം, H+ വേണം. അപ്പോൾ അവിടെ വേണ്ടി വരുന്ന H+നെ ഇവിടെ നിന്നായിരിക്കും എടുക്കുക, ഉറപ്പായിട്ടും സ്ട്രോമയിൽ നിന്നായിരിക്കില്ലേ. കാരണം ഈ ഒരു പ്രോസസ്സേ നടക്കുന്നത് സ്ട്രോമയിലാണ്. അപ്പം സ്ട്രോമയിൽ അവൈലബിൾ ആയിട്ടുള്ള H+ അയോണിനെ പിടിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ NADPH ഫോം ചെയ്യിക്കുന്നത്. അപ്പം അതും ഇതിനൊരു കാരണമാണ്. അതായത് നമ്മുടെ ലൂമൻ്റെ അകത്ത് അല്ലെ, നമ്മുടെ ലൂമൻ്റെ അകത്ത് H+ അയോൺ കൂടാനും പുറത്ത് കുറയാനും അല്ലെ, പുറത്ത് കുറയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് കാരണം ഇവിടെ സ്ട്രോമൽ സൈഡിലുള്ള H+ അയോണിൻ്റെ അളവ് കുറയും. അപ്പം ഈ 3 കാര്യങ്ങൾ അല്ലെ, ഈ 3 കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലൂമൻ്റെ അകത്ത് H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും സ്ട്രോമൽ സൈഡ് അല്ലെ, ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ പുറത്തുള്ള സ്ട്രോമൽ സൈഡിൽ സ്ട്രോമയുടെ അവിടെ നമ്മുടെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കുറയുന്നതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, എവിടെയായിരിക്കും pH കൂടുതലായിട്ടുണ്ടാവുക? pH കൂടുതൽ എന്ന് പറയുമ്പം H+ അയോണിൻ്റെ അളവ് കുറയുന്ന സ്ഥലത്താണ് അല്ലെ. pH എപ്പോഴാണ് കൂടുക, ബേസിക് മീഡിയം ആവാൻ നേരത്താണ് pH കൂടുക. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് H+ അയോൺ കുറവാണ്. അപ്പം ഇവിടെയാണ് pH കൂടുതലുണ്ടാവുക, ഇവിടെ pH കുറവായിരിക്കും. അപ്പം നമ്മുടെ ലൂമൻ്റെ ഉള്ളിൽ pH കുറവും നമ്മുടെ സ്ട്രോമൽ സൈഡിൽ pH കൂടുതലുമാണ്. അതിന് കാരണം നമുക്കറിയാം, ഇവിടെ H+ അയോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ H+ അയോൺ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പം ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും നമ്മുടെ H+ അയോണിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ATP സിന്തസിസിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ATPase എൻസൈം ഇരിപ്പുണ്ട്. അതായത് ഈ ATPase എൻസൈമിന് 2 പാർട്ടാണുള്ളത്. CF0 പാർട്ടും അതുപോലെ തന്നെ CF1 പാർട്ടും. അങ്ങനെ 2 പാർട്ടോട് കൂടിയ നമ്മുടെ ATP സിന്തേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന തൈലക്കോയിഡ് മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ടാണ് CF0 ഇരിക്കുന്നത്. CF1 ആണെങ്കിൽ പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
പ്രൊട്രൂഡ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് പുറത്തോട്ട് ഇങ്ങനെ ഉന്തിയിരിക്കുകയാണ്. നമുക്കറിയാം CF0 വിച്ച് ഇസ് എംബഡഡ് ഇൻ ദ തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെയാണ് അതിരിക്കുന്നത് നമ്മുടെ CF0 പാർട്ട് ഇരിക്കുന്നത്. അതേസമയം CF1 എന്ന് പറയുന്ന പാർട്ട് പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു കാര്യം അറിയാം, എന്ത് pHൻ്റെ ഒന്നല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻസ്, H+ അയോൺ കോൺസെൻട്രേഷൻ. കുറേ അധികം H+ അയോൺ ഇതിൻ്റെ ഉള്ളിലുണ്ട്, പുറത്താണെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇവിടെ H+ അയോൺസിന് എവിടുന്ന് എങ്ങോട്ടേക്ക് പോകാനായിരിക്കും താല്പര്യം ഉണ്ടാവുക? നമുക്കൊരു കാര്യം അറിയാം അല്ലേ, നമ്മുടെ ലൂമിൻ്റെ അകത്ത് H+ അയോൺ കുറേ എണ്ണുണ്ട്, പുറത്താണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ഈ H+ അയോൺസിന് ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് ചാടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യത്തിലായിരിക്കും ആരുണ്ടാവുന്നത്, ഇതിൻ്റെ ഉള്ളിലുള്ള H+ അയോൺസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, ഒട്ടും തന്നെ സമയം കളയാതെ അവർ ഈ ഒരു ഗ്യാപ്പ് വഴി പുറത്തോട്ടേക്ക് കടക്കാനുള്ള തത്രപ്പാടിലായിരിക്കും അല്ലെ, അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഓരോ H+ അയോൺ മോളിക്യൂളും ഇതുവഴി പുറത്തോട്ട് കടന്നു പോകും. ഇത് എന്തുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നത്? കാരണം ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ കൂടുതലും ഇതിൻ്റെ വെളിയിൽ പുറത്ത് നമ്മുടെ സ്ട്രോമൽ സൈഡിൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. അതുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ അയോൺ ഇതുവഴി പുറത്തോട്ട് കടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ CF1ലൂടെ ഈ H+ അയോൺ പുറത്തോട്ട് വരാൻ നേരത്ത് അത് CF1ൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തും. സോ ഇറ്റ് വിൽ ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് CF1. അങ്ങനെ ഓൾട്രേഷൻ ഇൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫർമേഷണൽ ചേഞ്ച്. എന്താ വിളിക്കുക? കോൺഫർമേഷണൽ ചേഞ്ച് എന്ന് വിളിക്കും. കോൺഫോർമേഷണൽ അല്ലേ, കോൺഫർമേഷണൽ ചേഞ്ച്. അപ്പോൾ കോൺഫർമേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇവൻ്റെ സ്ട്രക്ചറിൽ അങ്ങ് മാറ്റം വരുത്തും. ആര്? നമ്മുടെ ഈ H+ അയോൺ ഇതുവഴി കടന്നു പോകാൻ നേരത്ത് അത് ഇവിടെ ATP സിന്തസിസിന് വഴിയൊരുക്കും. അപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇവിടെ H+ അയോൺസ് കൂടുതലായതുകൊണ്ട് അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് H+ അയോണ് പോവാൻ കാരണമാക്കുന്നത്. അങ്ങനെ H+ അയോൺ താനെ യാതൊരു എനർജിയുടെയും ആവശ്യമില്ല അല്ലേ, ഇത് താനെ നടക്കുന്ന പ്രോസസ്സാണ്. കാരണം ഇവിടെ എന്തുണ്ട്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പം എപ്പോഴും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഡൗൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ H+ അയോൺ ഇതുവഴി പുറത്തോട്ട് കടക്കാൻ ശ്രമിക്കും. അത് വന്നിട്ട് CF1ൽ ചേഞ്ചസ് വരുത്തും, കോൺഫർമേഷൻ നടത്തും. അത് കാരണം തന്നെ ഇവിടെ ATP ജനറേറ്റഡ് ആവും. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. വളരെ എളുപ്പമാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ATP ജനറേറ്റഡ് ആവുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.